പരാതി അതിൻ്റെ നിയമവശത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നൊരു വർക്കാണ്, അങ്ങനെ ഒരു വർക്ക് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളൂ. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ള ആളുകളാണ്. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും അതിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്ക് എനിക്ക് തരില്ല. ആ ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. പിന്നെ ഇവരെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ മുന്നോട്ട് പോകും. അതിനെക്കുറിച്ച് കൂടുതലൊരു ധാരണ എനിക്കില്ല. അവരെല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. അങ്ങനെ ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും അതിലുണ്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരാരും വർക്ക് തരില്ലല്ലോ. ആ ഒരു ധൈര്യത്തിൽ നമ്മളെല്ലാവരും ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് പിന്നെ സത്യത്തിൽ ഈ വർക്കിറക്കി ഓരോരുത്തരും വർഷങ്ങളായിട്ട് ഈ കലാ ഫീൽഡിലുള്ള ആൾക്കാരാണ്. ഒരുപാട് വർഷത്തെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും പാരഡി ഗാനങ്ങളും ഇറക്കിയിട്ടുള്ള ആൾക്കാരാണുള്ളത്. ഇത് അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അത് പിന്നെ നമ്മുടെ ഹനീഫ മുടിക്കോട് അത് ഏറ്റെടുത്തു. സുബൈർ പന്തലൂർ അത് പിന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചു. ഞങ്ങളത് വേദിയിൽ പാടി. ആ വേദിയിൽ പാടിയ വിഷ്വലാണ് ഇപ്പം ചാനലുകളൊക്കെ വരുന്നു. ഞങ്ങൾക്ക് 2-3 ദിവസമായിട്ട് അതിൻ്റെതായ സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട്. പക്ഷേ പിന്നെ വിശ്വാസികൾക്ക് ആർക്കും ഇത് വ്രണപ്പെട്ടിട്ടില്ല എന്നുള്ള 100% ഉറപ്പാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ 2 മാസം ഈ പാട്ട് പാടിയിട്ട് അതിന് ഇടയ്ക്ക് ഒരുപാട് വിശ്വാസികളെ ഞങ്ങളെ വിളിച്ചു. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ശബരിമലയ്ക്ക് പോകുന്ന ഒരു സംഘത്തിൽ ഞങ്ങൾ ആ ബസ്സിൽ നിന്ന് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ പാട്ടിട്ട് പോകുന്ന വിശ്വാസികൾക്ക് ആർക്കും ഈ പാട്ടിൽ ഒരു വരി പോലും വ്രണപ്പെട്ടില്ല. പക്ഷേ ഇത് വ്രണപ്പെട്ട ചില ആൾക്കാർ നമ്മൾ 2-3 മാസമായിട്ട് വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരാണോ പ്രതിസ്ഥാനത്ത് അവർക്കിത് വ്രണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നല്ലാതെ ഒരു വിശ്വാസിക്ക് പോലും ഒരു വേദനയുള്ള ഒരു വരി പോലും അതിലില്ല. ഞങ്ങൾ ശബരിമല വിഷയം മാത്രമല്ല ഇതിലുള്ളത്. ഇപ്പോൾ വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പിന്നെ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളുണ്ട്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ബാധ്യതകളുണ്ട്. അത്തരത്തിൽ ഒരുപാട് സംഗതികൾ ആ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് വെറും ഒരു വിശ്വാസിയെ മാത്രം വേദനിപ്പിക്കുന്ന പാട്ടല്ല. അയാൾ 600-ലധികം പാട്ട് എഴുതിയ ആളാണ്. അയാൾ രാഷ്ട്രീയമായിട്ടും മാപ്പിളപ്പാട്ടായിട്ടും അങ്ങനെ പല രീതിയിൽ പാട്ട് എഴുതിയ ആളാണ്. പക്ഷേ ഇത് പലർക്കും കൊണ്ടിട്ടുണ്ട് ഈ പാട്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പിനെ ഗതി നിർണ്ണയിച്ച ഒരു പാട്ട് എന്ന രീതിയിൽ വന്നപ്പോൾ പലർക്കും അത് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരാതിയാണേ ഉള്ളൂ ഇതിൻ്റെ സംഗതി. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾക്ക് വന്നൊരു കോൾ, ഒരു അമ്മയുടെ കോളാണ്. ആ അമ്മ പറഞ്ഞത് ഞങ്ങൾ അയ്യപ്പൻ ചേർന്ന് പാടിച്ച പാട്ടാണ്, വിശ്വാസികളെ അത്ര ഇഷ്ടപ്പെട്ട പാട്ടാണ് മോനെ, ഇതിലൊരു വിഷയം നിങ്ങൾക്ക് വരാനില്ല. മറ്റേ വേറൊരു കോൾ വന്നതെന്താ വെച്ചാൽ ഇനി നിങ്ങൾ പാടോ പാടില്ല എന്നുള്ള ഞങ്ങൾ നോക്കാം. ആ രീതിയിൽ അങ്ങനെ അത് അപ്പോൾ ആർക്കാണോ അത് പൊള്ളി എന്നുള്ളത് കൃത്യമായിട്ട് ഇത് സുബൈർക്ക് ഇതിൻ്റെ അതുണ്ട്, അതൊന്നും വിഷയമില്ല. അത് ആ രീതിയിൽ ഇപ്പോൾ ഈ മാണിക്യാമണ്ടറായ പോയി പാട്ടിറങ്ങിയ സമയത്ത് അലഹാബാദ് കോടതിയിൽ ആരോ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു, ഇത് മുസ്ലിം സമൂഹത്തിനെ ഒന്നടങ്കം വേദനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്ക് എങ്ങനെയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഇതൊക്കെ പാടാം, ഇതിൻ്റെ പിന്നിൽ വേറെ ആളാന്നുള്ളത്. ഞങ്ങൾക്കതേ പറയുള്ളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ പലതിനെയും കുറിച്ച് പ്രതികരിക്കാനുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊരു പ്രതികരണം ഞങ്ങൾ നടത്തിയുള്ളൂ. അതിലപ്പുറം വിശ്വാസിക്ക് വേദനിക്കുന്ന ഒരു വരി പോലും ഇതിലില്ല എന്ന് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് 100% വിശ്വാസത്തിലോടത്തോളം കാലം UDF വേണ്ടി ഇവർ UDF-നും പാട്ടിറക്കിയിട്ടുണ്ട്. LDF-ന് 100 കണക്കിന് പാട്ടിറക്കിയ ആൾക്കാരവരൊക്കെ LDF UDF-ഉമായിട്ട് ഒരുപാട് പാട്ടിറക്കിയ ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. സുബൈർ പന്തലൂരിൻ്റെ വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയും. മൂപ്പരാണ് ഇത് പുറത്തിറക്കിയത് ഈ വിഷ്വലിൽ. പിന്നെ ഡാനി ഇതിൻ്റെ വിഷ്വലിൽ മടിച്ചിരുന്ന സമയത്ത് വേറെ ആളെ വെച്ചിട്ട് ഈ പാട്ട് ഇറങ്ങണം എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധമുള്ള ആളായതുകൊണ്ട് തന്നെ വേറെ ആളെ വെച്ചിട്ടാണ് സുബൈർക്ക് ആ പാട്ട് കേരളത്തെ കേൾപ്പിച്ചത്. സുബൈർക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഡീറ്റെയിൽ നിങ്ങൾക്ക് തരും. ഇത് പക്ക ഇത് വിശ്വാസികൾ ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുള്ളൂ. ഞങ്ങളങ്ങനെ വിശ്വാസികൾ ഏറ്റെടുത്തിട്ടുള്ളതാണ്. 100 കണക്കിന് പാട്ടുകൾ ഈ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഇലക്ഷൻ്റെ പ്രൊമോഷൻ ബൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഫസ്റ്റിൽ നമ്മൾ പുറത്തിറക്കുന്നത്. CPM-നും ഇറക്കിയിട്ടുണ്ട്. എൻ്റെ പേജ് നോക്കിയാൽ CPM-ൻ്റെ സോങ്ങുണ്ട്. അത് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഇതുവരെ കേസിന് അതിന് റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. എന്താണ് അതിൻ്റെ വശങ്ങളെന്ന് പഠിച്ചതിന് ശേഷം അത് ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. ഇതുവരെ അത് മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു വരി പോലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പോലും ഇല്ലയെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം 10 വർഷമായിട്ട് ഇലക്ഷൻ പ്രചരണ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ കലാപരിപാടികളും അവതരിപ്പിക്കാറുള്ളത്. ഇപ്പോൾ മുമ്പൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, കവിതകൾ ഇറങ്ങിയിട്ടുണ്ട്, കലകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലെന്താ ഒന്നും ഇല്ലയെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ വിളിച്ച് പിന്തുണയാണ് തരുന്നത്. 100% പിന്തുണയാണ് വിളിച്ചിട്ട് തരുന്നത്.